ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, എല്ലാ ശ്രോതാക്കൾക്കും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 77ാമത് റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. ഇന്ന് എല്ലാ ഭാരതീയ നിവാസികളും ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നു. 1950 ഭാരതത്തിൽ പുതിയ നിയമങ്ങളും ഭരണ സംവിധാനവും നിലവിൽ വന്നു. നമ്മൾ അടിമത്തത്തിൻ്റെ ഭരണത്തിൽ നിന്നും നിയമങ്ങളിൽ നിന്നും മുക്തരായി ഒരു ജനാധിപത്യ രാജ്യമായി നിലകൊണ്ടു. പക്ഷേ ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം പൂർണ്ണമായ രീതിയിൽ ആസ്വദിക്കാനും ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇതിൽ പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്? ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രശ്നത്തിനുള്ള ഉത്തരം ദൈവം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നൽകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ആത്മാവ് നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കുന്ന ഒന്നാണെന്നും ഈ ആത്മാവ് സാത്താൻ മുഖേന പ്രവർത്തിക്കുന്നു എന്നുമാണ്. മനുഷ്യനിലെ പാപം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ലംഘിക്കുന്നു. ഇതിനെയാണ് ദൈവം പാപം എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണ്. മനുഷ്യനിൽ ഈ ആത്മാവ് ഉള്ളതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ കൽപ്പനകളും വ്യവസ്ഥകളും ലംഘിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, അതിനുശേഷം നിത്യനരകമാണ്. ഈ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം ലഭിക്കും? ബൈബിളിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് മുഖേന മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചു. അവിടുത്തെ ജനനം പരിശുദ്ധമായിരുന്നു. മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം നൽകുക എന്നതായിരുന്നു അവിടുത്തെ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തു നന്മ ചെയ്തുകൊണ്ട് സാത്താനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് നടന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. കാരിരുമ്പാണികൾ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അവൻ നമുക്ക് പകരമായി മരിച്ചു. കല്ലറയിൽ അടക്കം ചെയ്തു. കല്ലറയിൽ കാവൽക്കാരെ ഏർപ്പെടുത്തിയെങ്കിലും താൻ പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം തൻ്റെ ശിഷ്യന്മാരെ കാണുകയും പിന്നീട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഈ യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടും. ആ മനുഷ്യനിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായ ആത്മാവുണ്ട്. അത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അനുസരിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ തന്നിൽ വിശ്വാസമർപ്പിച്ചവരെ തന്നോട് ചേർക്കുവാൻ വേഗത്തിൽ മടങ്ങി വരും. അവരെ തന്നോടൊപ്പം എന്നേക്കുമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സാത്താൻ അരാജകത്വത്തിലാക്കിയ നിങ്ങളുടെ ആത്മാവിൻ്റെ വ്യവസ്ഥ തിരികെ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.